ഇന്ന് ഞാൻ ചെമ്മീൻ ചേർത്തിട്ടുള്ള പരിപ്പ് വടയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് കടലപ്പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കാം. അത് 2 മണിക്കൂർ നമുക്കിതൊന്ന് കുതിർത്താൻ വെക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള 300 ഗ്രാം ചെമ്മീൻ, അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല, ചെറിയ തീയിലിട്ട് വേവിച്ചെടുത്താൽ മതി. നമുക്ക് ഇപ്പോൾ പരിപ്പ് നമ്മുടെ കുതിർന്ന് വന്നിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൽ നിന്ന് വേണമെങ്കിൽ ഒരു 5-6 പരിപ്പ് എടുത്ത് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം കേട്ടോ, അത് മുഴുവനത്തോടു കൂടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അതിൽ ഒരു 10-12 ചെറിയ ഉള്ളി, പിന്നെ ഒരു 2 പച്ചമുളക്, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഒക്കെ, ഇത് ഞാനിപ്പോൾ എല്ലാം ഇതിലിട്ട് അരച്ചെടുക്കണം ചെയ്യുന്നത്. കുറച്ച് വേപ്പില, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം പൊടിയായിട്ട് അരിഞ്ഞെടുത്ത് ചേർത്താലും മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ഉള്ളിയൊക്കെ മുരിഞ്ഞ് വരുമ്പോഴും പച്ചമുളകൊക്കെ ഒന്ന് മുരിയുമ്പോൾ കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വേപ്പിലേക്ക് ഒന്ന് കട്ട് ചെയ്ത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലിട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഈ ചെമ്മീനും എല്ലാം കൂടിയും പതുക്കെ തരിതരിപ്പായിട്ടൊന്ന് ചെറുതായി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അരിഞ്ഞു പോകണ്ട, തരിതരിപ്പായിട്ട് അരച്ചാൽ മതി. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് പരിപ്പുകളൊക്കെ കരയ്ക്കുന്ന പോലെ ചെറിയ തരിയോട് കൂടിയിട്ട് നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ, ചെറിയ തരിയോട് കൂടിയിട്ടാണ് ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ തരിതരിപ്പായിട്ട് വേണം കേട്ടോ നമ്മൾ അരച്ചെടുക്കാൻ, വല്ലാണ്ട് അരഞ്ഞു പോകരുത്. നമ്മുടെ പാന് അടുപ്പിൽ വെച്ചിട്ട് ചൂടായിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് നമുക്കിതുപോലെ കയ്യിൽ വെച്ചൊന്ന് പരത്തിയെടുക്കാം. നടുവ് ചെറുതായിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം, ചെറിയതായിട്ട് മതി. പരിപ്പോടെയൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത്. പരിപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇതുപോലെ നമുക്ക് പരത്തിയിട്ട് നടുവൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓരോ പരിപ്പ് വടയും പൊരിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഉള്ളിയൊക്കെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അധികം അരഞ്ഞിട്ടില്ല കേട്ടോ, ചെറിയതായിട്ട് ഇങ്ങനെ ഉണ്ട്, കടിക്കുന്ന രീതിയിൽ തന്നെ കിട്ടും. വേപ്പിലാണെങ്കിലും ചെറിയതായിട്ട് ഇതിലുണ്ട്, അല്ലാണ്ട് അരഞ്ഞു പോയിട്ടില്ല. നമ്മൾ പതുക്കെ ഒന്ന് ഇതാക്കി എടുക്കല്ലേ ചെയ്തിട്ടുള്ളൂ, പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കല്ലേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇത് ചെമ്മീൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ആ പരിപ്പോടെ കഴിക്കുമ്പോൾ. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ജ്യൂസാണ് കേട്ടോ. ആ ജ്യൂസ് എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ ജ്യൂസാണ് ഞാൻ ഉണ്ടാക്കുന്ന. ഒരു എരിവും പുളിയും മധുരവും ഒക്കെ ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അതിന് 1 ഗ്ലാസ് ജ്യൂസിന് ഒരു 5-6 കഷ്ണം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു നുള്ളുപ്പ്, ഒരു പച്ചമുളകിൻ്റെ ഒരു 1/4 ഭാഗം അതൊന്ന് പൊളിച്ച് വെച്ചിട്ടുണ്ട്. അധികം വേണ്ട, എരിവ് കൂടി പോവണ്ട. അപ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ മധുരം ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോ. ഞാനിപ്പോൾ ഒരു 1.25 ഗ്ലാസ്സൊക്കെ ഇപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാവും, അതിന് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്, നുള്ളുപ്പ്, പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളകും പൈനാപ്പിളൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ 1 ഗ്ലാസ് വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. നന്നായി അടിച്ചിട്ട് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ പൈനാപ്പിളിൻ്റെ വല്ല തരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായി അരിച്ചെടുക്കാം. നമുക്ക് എന്നിട്ട് സെർവിങ് ഗ്ലാസ്സിലേക്ക് കുറച്ച് ഒരു 3-4 കഷ്ണം ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തു. അതിലേക്ക് ജ്യൂസ് ഒഴിച്ച് സെർവ് ചെയ്യാം. അപ്പോൾ നല്ലൊരു പുളിയും എരിവും മധുരവും ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. അടുത്തൊരു റെസിപ്പിയായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. താങ്ക് യു.